കോട്ടാങ്ങൽ മഹാഭദ്രകാളി ക്ഷേത്രത്തിലെ പടയണി ബുധനാഴ്ച വെളുപ്പിന് പൂർണ്ണമായി. കുളത്തൂർ കോട്ടാങ്ങൽ കരകൾ ചേരിതിരിഞ്ഞ് 8 നാൾ ക്ഷേത്രത്തിൽ നടത്തിയ മത്സരപ്പടയണി തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലെ വലിയ പടയണികളോടെ അവസാനിച്ചു. ബുധനാഴ്ച വൈകിട്ട് ഇരുകരക്കാരും പടയണിക്കളത്തിലെ പോരുമറന്ന് പരസ്പരം കൈകൾ കോർത്ത് പുലവൃത്തം തുള്ളിപ്പിരിയും. ചൊവ്വാഴ്ചയായിരുന്നു കോട്ടാങ്ങൽ കരക്കാരുടെ വലിയ പടയണി. ചുങ്കപ്പാറയിൽ നിന്നും വർണ്ണാഭമായ ഘോഷയാത്രയോടെയായിരുന്നു തുടക്കം. വേലയും വിളക്കും മറ്റു ചടങ്ങുകളും ഇതോടനുബന്ധിച്ച് നടന്നു. അർദ്ധരാത്രിയോടെ 101 പാള ഭൈരവിക്കോലം കളത്തിലെത്തി. തുടർന്ന് 16, 32, 64 പാള ഭൈരവികൾ, അരക്കിയക്ഷി, സുന്ദരയക്ഷി, മറുത, കൂട്ടമറുത, പക്ഷി എന്നീ കോലങ്ങളും തുള്ളിയൊഴിഞ്ഞു. കരിനയന വടിവിനോടു വരമരുൾക ശംഭു വിളങ്ങും കാള കണ്ട ശിവനുടെ ജനുതക ജനുതക താക തീയ 4 മണിയോടെ കാലൻ കോലം കളത്തിലെത്തി. വെളുപ്പിന് മംഗളഭൈരവിയോടെ വലിയ പടയണി സമാപിച്ചു. തുടർന്ന് പാരമ്പര്യ ആചാരത്തിന്റെ ഭാഗമായി കോട്ടാങ്ങലമ്മ കല്ലുപ്പാറ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി. ക്ഷേത്രത്തിൽ നിന്നും കാവുംകടവിലേക്ക് നടന്ന എഴുന്നള്ളത്തിൽ ഇരുകരക്കാരും പങ്കെടുത്തു. ശ്രീദേവി വിലാസം പടയണി സംഘം കുളത്തൂർ, ശ്രീഭദ്ര പടയണി സംഘം കോട്ടാങ്ങൽ, ശ്രീ മഹാഭദ്രകാളി ക്ഷേത്രം ഭരണസമിതി എന്നിവയ്ക്കൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളും പടയണിക്ക് നേതൃത്വം നൽകി. MLA നിരത്തിൽ ഞാൻ തന്നെ പ്രത്യേകം മുൻകൈയെടുത്ത് കളക്ടറുമായി കൂടി സംസാരിച്ച് ജില്ലയിലെ എല്ലാ വകുപ്പുകളുടെയും മേധാവികൾ പങ്കെടുക്കുന്ന ആലോചനാ യോഗം വളരെ മുൻകൂട്ടി തന്നെ ചേർന്നിരുന്നു. ക്ഷേത്ര ഭരണസമിതിയുമായി പ്രത്യേകം ആലോചിച്ച് കരകളുടെ ഭാരവാഹികളുമായി ചർച്ച ചെയ്തിട്ട് ഇതിന്റെ സംഘാടനത്തിൽ പിഴവുകളൊന്നും വരാതെ ഇവിടേക്ക് എത്തുന്ന ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം ഏർപ്പെടുത്താൻ പോലീസ്, ഫയർഫോഴ്സ്, അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി, KSEB, മറ്റ് വകുപ്പുകൾ, പഞ്ചായത്ത്, നമ്മളുടെ ട്രാൻസ്പോർട്ട് ഗതാഗത വകുപ്പ്, ഇങ്ങനെ എല്ലാ വകുപ്പുകളുടെയും ഏകോപിതമായ പ്രവർത്തനത്തിലൂടെ നമ്മുടെ ഘോഷയാത്ര, നമ്മുടെ പടയണി, നമ്മുടെ ഒത്തുചേരലുകൾ എല്ലാം ഏറ്റവും മികവോടെ സംഘടിപ്പിക്കാൻ, അങ്ങനെ നമ്മളുടെ ഈ ഒരു ഉത്സവത്തെ ഏറ്റവും സുഗമമായി ഏറ്റവും സന്തോഷകരമായി മാറ്റാനുള്ള സർക്കാരിന്റെ പിന്തുണ, ഭരണകൂടത്തിന്റെ പിന്തുണ ഉറപ്പുവരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മല്ലപ്പള്ളി.